ഹായ്. നിങ്ങളെ വേദനിപ്പിച്ചവരോട് നിങ്ങൾ റിവഞ്ച് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മൾ അവർക്ക് അത്രയും വാല്യൂവും സ്ഥാനവും കൊടുത്തുകൊണ്ട് നമ്മൾ അവരെ ചുമന്നുകൊണ്ട് നടക്കുകയാണ് അല്ലേ റിവഞ്ച്. ഇങ്ങനെ ചെയ്യുമ്പോഴെന്താ അവിടെ സംഭവിക്കുന്നത്? അവർ ശക്തരാകുകയും നമ്മളവിടെ തളർന്ന് ഇതൊക്കെ നമ്മൾ ആലോചിച്ച് നമ്മളവിടെ തളർന്ന് നമ്മൾ പടുകുഴിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്താ സംഭവിക്കുന്നത്? നമ്മുടെ എനർജി, നമ്മുടെ പോസിറ്റീവായിട്ടുള്ള ഹൈ എനർജി അവരിലേക്ക് പാസ് ചെയ്ത് അവരുടെ മൊത്തം നെഗറ്റീവ് എനർജിയും നമ്മളിലേക്ക് വന്നുകൊണ്ടിരുന്നു അല്ലേ? എന്താ അവിടെ ചെയ്യേണ്ടതെന്നറിയോ? നിങ്ങളെ നിങ്ങൾ ഈ റിവഞ്ച് ചെയ്യാൻ നിൽക്കുന്ന ആ സമയമുണ്ടല്ലോ, ആ സമയത്ത് നിങ്ങളുടെ എനർജി ആ റിവഞ്ചിലേക്ക് ഫോക്കസ് കൊടുക്കാതെ നിങ്ങളുടെ എനർജി നിങ്ങളുടെ മൈൻഡിലേക്ക്, നിങ്ങളുടെ പോസിറ്റിവിറ്റി കൊണ്ട് നിറയ്ക്കുക. നിങ്ങളുടെ മൈൻഡിലേക്ക് നല്ല നല്ല ചിന്തകൾ കൊടുത്ത് നമുക്ക് റിവഞ്ച് ചെയ്യണമെന്ന് നമ്മൾ വിചാരിക്കുന്നവരെ നമ്മുടെ മൈൻഡിൽ നിന്ന് നമ്മൾ തൂക്കിയെടുത്തെറിയുക. അവരുടെ അടുത്തേക്ക് നമ്മൾ പോകാൻ നിൽക്കണ്ട. നമുക്ക് വേണ്ടത് നമ്മുടെ ലക്ഷ്യങ്ങളാണ്. നമുക്ക് നല്ലൊരു ലൈഫാണ് വേണ്ടതല്ലേ? നമുക്ക് നല്ല ഹാപ്പി ആയിട്ടുണ്ട്, നല്ല ഹാപ്പി ആയിക്കൊണ്ട് ജീവിതത്തിൽ എല്ലാ ഫിനാൻഷ്യൽ ഫ്രീഡത്തോടും കൂടിയുള്ള നല്ലൊരു ലൈഫാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അല്ലേ? അപ്പം നമ്മൾ ഈ റിവെഞ്ചിനും ഈ പ്രതികാര ദാഹത്തിനും വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ വരുന്ന വ്യക്തികളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക. അവരെ നമ്മൾ പുറത്തേക്ക് എടുത്തു കളയുക. എന്നിട്ട് നമ്മൾ അവിടെ നമുക്കുള്ള എനർജിയും നമ്മുടെ സമയവും നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫോക്കസ് കൊടുക്കുക. ഒരിക്കലും നമ്മൾ ആ റിവെഞ്ച് എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പുറകെ, ആ വ്യക്തികളുടെ പുറകെ പോയി നമ്മുടെ ഫുൾ എനർജി ആയിട്ടുള്ള നമ്മുടെ ഫുൾ പോസിറ്റിവിറ്റി മറ്റൊരാളിലേക്ക് പാസ് ചെയ്ത് അവരെ വളർത്തിക്കൊണ്ട് വരാതെ നമ്മളിലേക്ക് ഫോക്കസ് ചെയ്ത് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ലക്ഷ്യങ്ങളിലേക്ക് എത്താനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ച് നമുക്ക് വേണ്ടി നമ്മൾ ആ സമയം സ്പെൻഡ് ചെയ്യുക. ഒരിക്കലും നിങ്ങൾ റിവെഞ്ചിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ സമയത്തെയും ആ എനർജിയെയും നിങ്ങൾ ഫോക്കസ് ചെയ്യാതിരിക്കുക. എന്തിനാണ് ഞാൻ ഇതെല്ലാം എല്ലാ ദിവസവും വന്ന് പറഞ്ഞിരുന്നതെന്നല്ലേ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ സന്തോഷവും സമാധാനവും അഭിവൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുകൊണ്ടാണ്, അങ്ങനെ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഓരോ ദിവസവും ഞാൻ വന്നിട്ടിങ്ങനെ ശരിക്കും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ ഉള്ള ഓരോ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ എന്നും എന്നോടൊപ്പം വേണം എന്നുള്ളത് കൊണ്ടാണ്. ആ ഉയർച്ചയിൽ, എൻ്റെ ഉയർച്ചയിൽ ഞാൻ എത്രമാത്രം സന്തോഷിക്കുന്നു, അതിൻ്റെ ഒരു 100 ഇരട്ടി ഞാൻ സന്തോഷിക്കും നിങ്ങളുടെ ഉയർച്ച കാണുമ്പോൾ തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഓരോ ദിവസവും വന്നിട്ട് നിങ്ങളോട് ഇങ്ങനെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞിരുന്നത്. എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ലിങ്കിൽ കയറി വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യുക. നമുക്ക് ജൈത്രയാത്ര അവിടെ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം.